ദേ നോക്ക്, ഒരു പാവം കിളി താഴെ വീണ് കിടക്കുന്നു. നോക്കൂ അലക്സ്, ഇതിന്റെ കാലിനെന്തോ പറ്റിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ഉന്നം? ആ കിളി വീണത് കണ്ടില്ലേ? നീയാണല്ലേ കിളിയെ എറിഞ്ഞു വീഴ്ത്തിയത്? അതെ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഉവ്വ്, നിന്റെ അമ്മയോട് പറഞ്ഞ് ഇതിനുള്ള സമ്മാനം വാങ്ങി തരുന്നുണ്ട്. അമ്മയോട് എന്തിനാ പറയുന്നേ? പിന്നെ മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കുന്നത് നോക്കി നിൽക്കണോ? അവർക്കും നമ്മളെ പോലെ വേദനയും വികാരങ്ങളും ഉണ്ട് ടോമി. അതൊന്നും അവനോട് പറഞ്ഞാൽ അവന്റെ തലയിൽ കേറില്ല അലക്സ്. നീ വന്നേ, അവന് വേണ്ട വിധത്തിൽ വേണ്ട രീതിയിൽ അമ്മ പറഞ്ഞു കൊടുക്കും. നമുക്ക് അമ്മയോട് പറഞ്ഞു കൊടുക്കാം. വാ. അയ്യോ, അമ്മയോട് പറയല്ലേ. ഞാൻ മാങ്ങയ്ക്ക് എറിഞ്ഞപ്പോ അറിയാതെ കൊണ്ടതാ. അല്ലാതെ എന്റെ ഏറൊക്കെ കൃത്യം കൊള്ളുമോ? നിങ്ങൾക്ക് അറിയുന്നതല്ലേ. നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അയ്യോ, അമ്മയോട് പറയല്ലേ. ഞാൻ മാങ്ങയ്ക്ക് എറിഞ്ഞപ്പോ അറിയാതെ കൊണ്ടതാ. അല്ലാതെ. അമ്മേ, ഇത് കണ്ടോ? ടോമി ഈ കിളിയെ അവന്റെ ചവണ വെച്ചെറിഞ്ഞ് ഇതിന്റെ കാല് മുറിഞ്ഞു. എന്ത് പണിയാ നീ കാണിച്ചത് ടോമി? അച്ഛൻ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എവിടെ നോക്കട്ടെ. പാവം, അതിന് നല്ലോണം വേദന എടുക്കുന്നുണ്ട്. കരയുന്നത് കണ്ടില്ലേ? നീ എന്തിനാ ഇതിനെ ഉപദ്രവിക്കാൻ പോയത്? മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കാൻ പാടില്ലെന്നറിയില്ലേ? അത് പിന്നെ ആ കിളി എപ്പോഴും എന്റെ കയ്യിലെ ഫുഡ് തട്ടിപ്പറിച്ചു കൊണ്ടുപോകും. ഇന്ന് രാവിലെയും തട്ടിപ്പറിച്ചു. അതാ ഞാൻ ചവണ വെച്ചെറിഞ്ഞത്. നമുക്ക് അതിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാം. ആദ്യം നമുക്ക് ഈ കിളിയെ ശുശ്രൂഷിക്കാം. നീ ഇവർ ചെയ്തത് കണ്ടില്ലേ? വീണ് കിടന്ന പാവം കിളിയെ എടുത്തുകൊണ്ടുവന്ന് അതിന് വേണ്ട ചികിത്സ ചെയ്തു കൊടുത്തു. എത്രമാത്രം വേദന നീ കാരണം ആ പാവം കിളി സഹിച്ചിട്ടുണ്ടാവും. സോറി അമ്മേ, ഇനി ഞാൻ ഒരു കിളിയെയും ഉപദ്രവിക്കില്ല. എന്നാൽ ടോമി തന്നെ ഈ കിളിയെ ആ മരത്തിനടുത്ത് കൊണ്ടാക്കിയേ. തീർച്ചയായും ആന്റി, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഈ കിളിയെ ആ മരത്തിൽ കൊണ്ടുവെക്കാം.